തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു ഭവനത്തിൽ നിന്ന്, സന്യാസഭവനമാണ്, അവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് മഴ വന്നു. ഞാനവിടെ മാസത്തിൽ 1-2 പ്രാവശ്യം അവിടുത്തെ ധ്യാനങ്ങളിലൊക്കെ സംസാരിക്കാൻ പോകുന്ന ഒരാളാണ്. ഈ മഴ കണ്ടപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന പ്രായം ചെന്ന ഒരു സന്യാസിനിയോട് പറഞ്ഞു, എല്ലായ്പ്പോഴും ഞാനിവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് ഒരു മഴ വരും. ഉടനെ ആ സന്യാസിനി തന്ന മറുപടി ഇതായിരുന്നു, അതൊരു വലിയ കൃപയാണ് സഹോദര. പുറത്ത് പെയ്യുന്ന പെരുമഴ എൻ്റെ മുമ്പിലൊരു തടസ്സമായി മാറിയപ്പോൾ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ അവർ തന്ന മറുപടി ഇതാണ്, അതൊരു വലിയ കൃപയാണ് സഹോദര. ജീവിതത്തിലെ പ്രതിസന്ധികളെ കൃപയായി കാണാൻ കഴിയുക ദൈവത്തിൻ്റെ ഒരു ദൈവാനുഭവം സ്വന്തമായുള്ളവർക്ക് മാത്രമാണ്. മറ്റൊരു സന്ദർഭം ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു പ്രോഗ്രാമിനായിട്ട് കടന്നു ചെന്നപ്പോൾ മുറിയിലേക്ക് പ്രവേശിച്ച ഉടനെ കറണ്ട് പോയി. ഉള്ളിലൊരു പരാതിയാണ് ആദ്യം തോന്നിയത്. പക്ഷെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒത്തിരിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, ആ ചേട്ടായി പറഞ്ഞ ആദ്യത്തെ വാചകം ഇതാണ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടാകുമ്പോൾ, നമുക്കിഷ്ടമില്ലാത്ത ചിലതൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ നോക്കിയിട്ട് എന്തൊക്കെയോ ഉള്ളിൽ മുറുമുറുക്കാൻ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ചിലരതിനെ കൃപയായും പ്രാർത്ഥനയായും മാറ്റുന്നത് എത്രയോ മനോഹരമാണ്. ഇത് യേശുവിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണല്ലോ കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ. ഒരിക്കലും പാനപാത്രങ്ങൾക്ക് പിന്നിലുള്ള തന്നെ ഒറ്റുകൊടുത്ത യൂദാസിനെയോ തന്നെ വിധിച്ചവരെയോ യേശു കാണുന്നില്ല. ആ സങ്കടക്കടലിന് മുമ്പിൽ ഈശോ കാണുന്നത് തൻ്റെ പിതാവിനെയാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന മൂവിയിൽ ഒരുപാട് സ്നേഹത്തോടെ തൻ്റെ കുരിശിനെ ചേർത്ത് പിടിക്കുന്ന ഈശോയുടെ രംഗങ്ങളുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ കടന്നു വരുന്ന ദുരിതങ്ങളെ, സങ്കടങ്ങളെ ഒരു കൃപയായി കാണാൻ, നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ഒബ്സ്റ്റക്കിൾസിനെ ഒരു ദൈവത്തിൻ്റെ കൃപയുടെ വെളിച്ചത്തിൽ കാണാൻ, ആ ഒരു പ്രസാദപരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.